ഹായ് വെൽക്കം ബാക്ക് ടു അബി സുഷേൽ. നമ്മൾ വാട്സപ്പിൽ പല വ്യക്തികളുമായി നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ അതിൽ ചില പ്രത്യേക വ്യക്തികളുമായിട്ടുള്ള ചാറ്റുകൾ മാത്രമായിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരാരും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് മറ്റുള്ളവർ ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ചാറ്റിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിലുള്ള വളരെ രഹസ്യ സ്വഭാവമുള്ള ചാറ്റുകൾ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് വാട്സപ്പ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. വാട്സപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഓൾറെഡി അപ്ഡേറ്റഡ് ആയതുകൊണ്ടാണ് ഓപ്പൺ കാണിക്കുന്നത്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ആ ചാറ്റ് ലോക്ക് എന്ന ഓപ്ഷൻ വരുള്ളൂ. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ വാട്സപ്പിൽ നിരവധി പ്രൊഫൈലുകൾ, ഫ്രണ്ട്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പ്രൊഫൈൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ, ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ അടിപൊളി ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് സാധാരണ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നത് നമ്പർ കീ ലോക്ക് അല്ലെങ്കിൽ ഫേസ് ലോക്ക് ഇതൊക്കെ വെച്ചിട്ടാണ്. ഇവിടെ ഞാൻ ഈ ഒരു ഫ്രണ്ടിന്റെ ചാറ്റുകൾ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി അതിന്റെ മേലെ ലോങ് പ്രസ് ചെയ്യാണ്. മുകളിൽ 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാറ്റ് ലോക്ക്, ആ ചാറ്റ് ലോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഫേസ് ലോക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതിന്റെ പാറ്റേൺ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തമ്പ് ചോദിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് ആ പാറ്റേൺ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സീക്രട്ട് കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതായത് ഫേസ് ലോക്കും അതായത് തമ്പും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീക്രട്ട് കോഡിന്റെ ഓപ്ഷനാണ് ചോദിക്കുക. ഈ സീക്രട്ട് കോഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് സാധാരണ എല്ലാവരും നമ്പർ കൊടുക്കുക ചെയ്യുന്നത്, നമ്മളിവിടെ അതിന് പകരം ഞാനിവിടെ ഒരു സ്മൈലി സെലക്ട് ചെയ്യാണ്. ഇവിടെ ഒരു സ്മൈലി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ ഒരു വോവിന്റെ സ്മൈലിയാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തമ്പോ ഏത് വേണമെങ്കിലും ഇതിൽ കാണുന്ന ഏത് സ്മൈലി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഒരു വാവ് എന്നുള്ള ആ ഒരു സ്മൈലി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനമാണ്. അത് ഞാനതൊന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വാവ് എന്നുള്ളതാണ് ഞാൻ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാറ്റ് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ലിസ്റ്റിൽ അത് ഹൈഡ് ആയിട്ടുണ്ട്, അത് കാണാനേ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് ഇത് ഇനി തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടണമെന്ന് വിചാരിക്കുക. ഈ ചാറ്റ് നമ്മൾ ഹൈഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള സെർച്ച് ബാറില്ലേ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹിന്റ് എന്താണ്, ആ ഒരു സ്മൈലിയാണ്, വാവ് എന്നുള്ള സ്മൈലിയാണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് വരുള്ളൂ. പലരും കൊടുക്കുന്ന പല ഫ്രണ്ട്സും കൊടുക്കുന്ന നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു വാവ് എന്നുള്ള സ്മൈലി കൊടുത്ത് കണ്ടില്ലേ ചാറ്റ് ലോക്ക് വന്നു. അതിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം മുൻപ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മുകളിലൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ ആ ചാറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സ്മൈലി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചാറ്റുകൾ ഹൈഡ് ചെയ്ത് വെച്ചാൽ പലർക്കും അത് മനസ്സിലാവില്ല. ഇനി നിങ്ങൾക്ക് ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതൊന്ന് ഏതാണോ ഒഴിവാക്കേണ്ടത് ലോങ് പ്രസ് ചെയ്തിട്ട് അൺലോക്ക് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സീക്രട്ട് കോഡായ സ്മൈലി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ സീക്രട്ട് കോഡ് എന്നുള്ള ചോദിക്കുന്ന ഭാഗത്ത് നമ്മൾ ആ സ്മൈലി തന്നെ ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാറ്റ് ലോക്ക് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പലരും പരീക്ഷിക്കാത്തൊരു കാര്യമാണിത്. കാരണം പലരും നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിലൊക്കെ ഒന്ന് പല നമ്പറുകൾ ഒക്കെ അടിച്ചു നോക്കും, ചാറ്റ് എങ്ങനെയെങ്കിലും അവർക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സീക്രട്ട് ആയിട്ട് നമുക്ക് ചാറ്റുകൾ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ നിങ്ങളുടെ ഫോണിലൊന്ന് ഇതേപോലെ ചാറ്റുകളൊന്ന് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഹൈഡ് ചെയ്ത് വെച്ച് നോക്കൂ. ശേഷം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്.